പ്രിയമുള്ളവരെ, നമ്മൾ അനുഗ്രഹവും കൃപയും കർത്താവ് ഈ ആരാധനയിലൂടെ വിവേചിച്ച് മനസ്സിലാക്കി തരികയാണ്. ഇപ്പോൾ യാക്കോബ് ചേച്ചി എന്നാ പറഞ്ഞത്? അപ്പനെയും അമ്മയുടെയും സ്വത്ത് ഞങ്ങളുടെ കയ്യിൽ ചേട്ടായി തന്നിട്ടില്ല, പക്ഷേ അപ്പനെയും അമ്മനെയും കർത്താവ് അവിടെ ഓഹരി നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും അവർ ജീവിച്ച പോലെ ജീവിക്കാൻ ഉള്ള പരിപാലിക്കാനുള്ള കൃപ തരണമേ എന്നാണ് അവർ പ്രാർത്ഥന. അവർ ഈ ദിവസങ്ങളിൽ കേട്ട ഏറ്റവും നല്ല പ്രാർത്ഥന ഒന്നത്. അവർക്ക് ആ കർത്താവ് കൃപ കൊടുക്കണ എന്താണ്? അവരുടെ തുച്ഛമായ ഒരു റബ്ബർ ഷീറ്റ് കച്ചവടത്തെ അങ്ങ് ഈശോ നമുക്ക് ബുദ്ധിക്ക് നിരക്കാത്ത രീതിയിൽ അതിനെ അങ്ങോട്ട് വളർത്തിയെടുത്തുകൊണ്ട് വരും. ഇതിനാണ് കൃപയെന്ന് പറയുന്നത്. അനുഗ്രഹത്തിൻ്റെ മാതാവാണ് കൃപ. ഇതാ മദർ ഓഫ് ബ്ലെസ്സിങ്സ് ആയിട്ടാണ് കൃപ വരുന്നത്. അതായത് കൃപ വേറെ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ദൈവത്തിൻ്റെ ബേസിക്കായിട്ട് ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇത് കിട്ടണത് ഇളി ഉടുക്കുമ്പോൾ ചേച്ചി തിരിച്ചറിഞ്ഞ് ചേട്ടായി പല വസ്തുവകൾ മാറ്റിയപ്പോൾ ഇവരുടെ എളി ഉളുക്കുക അല്ലേ, സാമ്പത്തികമായിട്ട് അവർ എളി ഉളുക്കലാണ്. പക്ഷേ അവർ കർത്താവിനെ അവിടെ ഇതിലൂടെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവിനോട് പറയും, ഈശോ ഞങ്ങൾക്ക് അപ്പനെ നോക്കാൻ പരിപാലിക്കാനുള്ള പോംവഴി തരാൻ പറയും. അല്ല ചേട്ടൻ വഴക്കിടുന്ന കാര്യവും അങ്ങനെയൊന്നും ഇല്ല. അതിൻ്റെ പേര് കേസിന് പോണ കാര്യം പോലും ഇല്ല. കേസിന് പോകണമെന്ന് ഞാൻ പറയത്തില്ല. ചില ആൾക്കാരുടെ കേസ് പറഞ്ഞാൽ മാത്രമേ അവർക്ക് ബോധം ഉണ്ടാകത്തുള്ളൂ. പക്ഷേ ചിലർക്ക് ഇതുപോലെ നല്ലവണ്ണം പ്രെയർ ചെയ്യാൻ അറിയാം. ഇപ്പം ഈ സാറിനോട് പ്രൊഫസറിനോട് എന്താ പറഞ്ഞത്? നിങ്ങൾ അപ്പൻ അനുജന് കൊടുത്ത ഓഹരി കൂടിപ്പോയെന്ന് നിങ്ങൾ കരുതുന്നു, അതുകൊണ്ട് നിങ്ങൾ അപ്പനോട് മിണ്ടണില്ല എന്നാണ് പറയണത്. അതേസമയം തന്നെ അങ്ങനെ വരുമ്പോൾ എപ്പോഴും എൻ്റെ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ തട്ടിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല. അത് നമുക്കിങ്ങനെ വ്യാമോഹം തോന്നുന്നതാണ്. ചേട്ടൻ്റെ അടിച്ചു മാറ്റി, അനുജൻ്റെ അടിച്ചു മാറ്റി, അല്ലെങ്കിൽ ഇപ്പം ഇന്നലെ വേറെ ഒരു കേസ് വന്ന് എന്നുവെച്ചാൽ ഒരു മകളെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവൻ ഗൾഫിൽ പോയി. അവന് അറിയാൻ വേണ്ടുന്ന മക്കളുണ്ടാകത്തില്ലെന്ന്. കാര്യം അവനൊന്ന് ആദ്യം കല്യാണം കഴിച്ച് അതിനെ ഡൈവേഴ്സ് ചെയ്ത് ആണ് ഇതിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇവളുടെ കല്യാണം കഴിച്ച ദിവസം തന്നെ അന്ന് 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇവളുടെ പൊന്നെല്ലാം മേടിച്ച് അവൻ ലോക്കറിലാക്കി ചീട്ടാവൻ മേടിച്ചെടുത്തു. ചീട്ടാവൻ മേടിച്ചിട്ട് അവൻ വിദേശത്ത് പോയി. ഇവളുടെ IELTS തോറ്റെന്നും പറഞ്ഞുകൊണ്ട് പിന്നീട് ഇവളുടെ കാര്യം അവൻ തിരക്കണമില്ല. ഇപ്പം കേസിന് പോകണോ വേണ്ടതെന്ന് എന്നോട് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഞാനൊരു മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പ്രാർത്ഥിച്ച്. അപ്പം എന്നാ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ തട്ടിക്കൽ അന്യൻ്റെ വസ്തുക്കൾ നമുക്ക് തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് നമുക്ക് തോന്നണത് തെറ്റാണ്, എന്തോ നഷ്ടപ്പെടുമെന്ന് തോന്നണതും തെറ്റാണ്. പറഞ്ഞ മനസ്സിലായ? ദൈവികമായ രീതിയിൽ അന്യൻ്റെ വസ്തുക്കൾ തട്ടിച്ചെടുക്കുമ്പോൾ നമുക്ക് എന്തോ കിട്ടിയെന്ന് തോന്നണതും തെറ്റാണ്. നഷ്ടപ്പെട്ടു പോയപ്പോഴേ ജീവിതം തീർന്നതെന്ന് തീരുമാനിക്കണതും തെറ്റാണ്. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്നാ പറ്റിയത്? ഈ റബേക്കയല്ലേ ഈ സൂത്രം കാണിക്കണത്. റബേക്ക ആരാണ്? യാക്കോബിൻ്റെ ഏശാവിൻ്റെ അമ്മ. സൂത്രം എന്താണ് കാണിക്കണത്? അപ്പം വയസ്സായി, അപ്പം മിക്കവാറും താമസിയാതെ അപ്പനും മനസ്സിലായി. അപ്പം കണ്ണു കാണാൻ പാടില്ലാതെ ഇസഹാക്ക് കണ്ണു കാണാൻ പാടില്ല ഇരിക്കുക. അപ്പോൾ ഇസഹാക്കിന് ഇഷ്ടം കുറച്ച് അധ്വാനിക്കുന്ന ആളാണ്. ഇസഹാക്ക് റബേക്കയെ കാണുന്നത് തന്നെ വയലിൽ വെച്ചാണ് കാണുന്നത്. അവൻ വയലിൽ പണി ചെയ്ത് മടങ്ങണ സമയത്താണ് റബേക്കയെ കൊണ്ടുവരണത്. ഭൃത്യൻ, എബ്രാഹത്തിൻ്റെ ഭൃത്യൻ. ഇപ്പോൾ വയലിൻ്റെ സന്തതിയാണ് ഇസഹാക്ക്. ജോലി ചെയ്ത അവൻ ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കിയത്. യാക്കോബ് അധികം പണിയൊന്നും ചെയ്യണ കൂട്ടത്തിലല്ല. അമ്മയെ മണിയടിച്ച് അങ്ങനെ ജീവിച്ച പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ ഇങ്ങനെ പോയാൽ ഗുണം പിടിക്കത്തില്ലെന്ന് റബേക്കയ്ക്ക് മനസ്സിലായി. അപ്പം റബേക്ക പറഞ്ഞിടാ, ഒരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പനിപ്പോൾ പറയണ ഞാൻ കേട്ട്, അപ്പന് ഒരു വേട്ട പോയി ഇറച്ചി കൊണ്ടുവന്ന് പകച്ചത് കൊടുത്താൽ ഏശാവിനെ അനുഗ്രഹിക്കാമെന്ന് അപ്പം പറയണത് ഞാൻ കേട്ട്. ഉടനെ അത് കേട്ടതിന് ശേഷം ആ പാവപ്പെട്ട ഏശാവ് അപ്പൻ്റെ ആ വാക്കും കേട്ട് വയലിലേക്ക് ഓടി വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിനോടിൽ ഇവിടെ പണി പറ്റിച്ച് കളഞ്ഞു.
എന്താ ചെയ്തത്? തൊഴുത്തിൽ നിന്ന് ആടിനെ പാകം ചെയ്ത് ഏശാവിൻ്റെ ഉടുപ്പിട്ട് യാക്കോബിനെ റബേക്ക പ്രസൻറ്റ് ചെയ്തു ആരുടെ. ഇപ്പം നമ്മളിങ്ങനെ കള്ളത്തരം കാണിക്കുമ്പോൾ ഏതാണ്ട് ആനക്കാരും ചെയ്ത പോലെയാണെന്ന്, ഒരു പണിയും നടക്കത്തില്ല. അതായത് ഏശാന് അപ്പോൾ ഈ ഇസഹാക്ക് ഏശാവിനെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കോബിനെ കെട്ടിപ്പിടിക്കണ സമയത്ത് ഇസഹാക്ക് പറയണൊരു വാക്കുണ്ട്. എന്താ പറയണത്? ഈ 27 ഉൽപ്പത്തി പുസ്തകം 27. കാര്യം ഈ അവിടെ ഉണ്ടായിരുന്ന ഇസഹാക്കിൻ്റെ ഈ ഏശാവിൻ്റെ ഉടുപ്പ് എന്ന് പറയുന്നത് രോമക്കുപ്പായമാണ്. എന്താ ഈ ഇസഹാക്കിൻ്റെ ശരീരം മുഴുവൻ രോമമാണ്. ആ ജന്മം അങ്ങനെയാണ്. അതുകൊണ്ടാണ് യാക്കോബിന് അധികം രോമമൊന്നും ഇല്ലാത്ത സാധാരണ ശരീരമാണ്. അപ്പോൾ യാക്കോബിനെ കെട്ടിപ്പിടിക്കുമ്പോൾ യാക്കോബാണെന്ന് ഇസഹാക്കിന് മനസ്സിലാകും. അതുകൊണ്ട് യാക്കോബിൻ്റെ ശരീരം ഏശാവിൻ്റെ പോലെ ആക്കാൻ വേണ്ടി രോമക്കുപ്പായം കൊണ്ടുവന്ന് ഇവനെ പൊതിയും. അത് ഇസഹാക്കിൻ്റെ ഉടുപ്പ് ആ ടൈപ്പാണ്. അവർ ഉടുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഉടുപ്പ് ആ ടൈപ്പാണ്, കമ്പിളി പോലത്തെ ഉടുപ്പാണ്. അത് കൊണ്ടുവന്ന് റബേക്ക യാക്കൂബിനെ പൊതിഞ്ഞ് കെട്ടും. എന്നിട്ട് രസകരമായ അപ്പവും കറിയും വെച്ച് കൊടുക്കുമ്പോൾ ഈ മനുഷ്യൻ അപ്പം കഴിച്ചിട്ട് ഏശാവാണെന്ന് വിചാരിച്ചുകൊണ്ട് യാക്കൂബിനെ കെട്ടിപ്പിടിക്കും. പക്ഷേ എന്നിട്ട് ഇവനെ അനുഗ്രഹിക്കണ മുമ്പ് ഈ മനുഷ്യൻ പറയണൊരു വാക്കുണ്ട്. എന്താ പറയണത്? എൻ്റെ മകനെ, നീ തന്നെയാണോ എൻ്റെ മകൻ ഏശാവ്? എന്നിട്ട് ഈ ഉടുപ്പ് ഇവൻ മണത്ത് നോക്കും. ഇസഹാക്ക് മണത്ത് നോക്കിയിട്ടൊരു വാക്ക് പറയും. എന്താണ് പറയണത്? ഇത് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ട് യാക്കോബിനെ പോലെ ഇരിക്കണം, പക്ഷേ നിൻ്റെ ഉടുപ്പ് ഏശാവിൻ്റെ ശരീരം പോലെയാണ് എനിക്ക് തോന്നണത്. കാരണം എന്താണ്? കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമെന്നാണ്. അതാണ് സംഭവം ഇവിടെ. അപ്പോൾ ഏശാവാണെന്ന് ഈ മനുഷ്യൻ ധരിക്കാനുള്ള കാരണം എന്താണ്? കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച അനുഗ്രഹത്തിൻ്റെ മണമാണ്. അപ്പോൾ ഞാനവർക്ക് ഈ അനുഗ്രഹത്തിന് മണമുണ്ടാവും. അതെ, അനുഗ്രഹത്തിനും മണമുണ്ട്. കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിൻ്റെ മണമാണ് എൻ്റെ മകൻ്റെ ഉടുപ്പിലെന്ന് പറഞ്ഞുകൊണ്ട് ഏശാവാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ച് യാക്കോബിനെ അറിയാണ്ട് അനുഗ്രഹിക്കും. എന്ത് മണ്ടത്തരമാണ്! ഏശാവാണെന്നും പറഞ്ഞാണ് അനുഗ്രഹിക്കണത്. ഏശാവാണെന്ന് ചിന്തിച്ചും ആണ് അനുഗ്രഹിക്കണത്. ഏശാവാണെന്ന് അറിഞ്ഞാണ് അനുഗ്രഹിക്കണത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ അനുഗ്രഹം ആർക്ക് പോകും? യാക്കോബിന് പോകത്തില്ല. നമുക്ക് തോന്നണതാണത്. ആ അനുഗ്രഹം ഏശാവിന് തന്നെയാണ് പോണത്. എന്താ കാര്യം? അനുഗ്രഹം ആരെപ്പോൾ കൊടുത്താലും അത് അനുഗ്രഹം ആർക്കാണെന്ന് തീരുമാനിക്കണത് ആരാ? ദൈവമാണ് തീരുമാനിക്കണത്. ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇതുപോലൊരു അമ്മ ഒരു വിക്രിയ കാണിച്ചില്ലേ? സലോമി. ശ്രുതിയുടെ മക്കളെ, യേശു സ്വസ്ഥ ഹല്ലേലൂയ. ഇരിക്കും മക്കളെ. അതായത് ഈശോൻ്റെ കാലം വന്നപ്പോൾ ഇതുപോലെ 2 മക്കളെയും കൊണ്ടുവന്ന് അനുഗ്രഹിക്കണമെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണുണ്ടായി. റബേക്കാക്ക് പകരം സലോമിയാ വരണമെന്നേ ഉള്ളൂ. സൗദി പുത്രന്മാരുടെ അമ്മ യാക്കോബിനെ യോഹന്നാനും കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരാളെ മാത്രം അനുഗ്രഹിച്ചാൽ പോരാ, 2 പേരെ അനുഗ്രഹിക്കണമെന്നാണ് സലോമി പറയുന്നത്. റബേക്ക പറഞ്ഞത് യാക്കോബിനെ മാത്രം അനുഗ്രഹിച്ചാൽ മതിയെന്നാണ് പറഞ്ഞു. പക്ഷെ സലോമി പറയുന്നത് എന്താണ്? 2 മക്കളാണ് ഉള്ളത്, 2 മക്കളെ അനുഗ്രഹിക്കാൻ പറയും. പക്ഷേ എന്താ ഈശോ പറയണത് അതിന് അവരോട്? 20:23 മത്തായി സുവിശേഷത്തിൽ എന്താ പറയണത്? അനുഗ്രഹം ആർക്ക് കിട്ടണമെന്ന് മുകളിൽ നിന്ന് തീരുമാനം ഉണ്ടാകുമെന്ന് പറയണത്. ഇത് തീട്ടൂരമായിട്ട് ആരും കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പരിപാടിയല്ല. എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കേണ്ട അധികാരം നൽകേണ്ടത് ഞാനല്ല. ആർക്ക് വേണ്ടി അത് നിശ്ചയിച്ചിരിക്കുന്നുവോ അവന് ലഭിക്കുമെന്നാണ്. അവിടെയാണ് പ്രശ്നം. ദൈവതീരുമാനം അങ്ങനെ കിടക്കണത്. പിന്നെ യാക്കോബിന് അനുഗ്രഹം കിട്ടിയെന്ന് എങ്ങനെയാണ് പറയണത്? ഏശാവിനെയാണ് നിശ്ചയിച്ചതാണ് ഈ ഇസഹാക്ക് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അനുഗ്രഹം ആർക്ക് കിട്ടിക്കാണും? ഇസഹാക്കിനെ കിട്ടത്തിക്ക ഈ ഏശാവിനെ കിട്ടിയിട്ടുള്ളൂ. സത്യമാണല്ലോ അത്. മറ്റവൻ നാട് വിട്ടു പോയില്ലേ? മറ്റവൻ വീടും വിട്ട് നാടും വിട്ടില്ല. അവരെന്ത് അനുഗ്രഹം കിട്ടിയെന്നായി പറയണത്?
യാക്കോബിനൊന്നും കിട്ടില്ല. അനുഗ്രഹം കിട്ടിയത് വീട്ടിൽ നിന്ന് അമ്മയുടെ കൂടെ അപ്പൻ്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞതും വീട്ടിലെ മുഴുവൻ സമ്പത്തും ഓഹരിയും എല്ലാം കിട്ടിയത് ആർക്കാണ്? ഏശാവിനാണ് കിട്ടിയിരിക്കണത്. മറ്റവൻ നാട് വിട്ടുപോയി, അവനൊന്നും കിട്ടിയില്ല, അവൻ നാട് വിട്ടുപോയി, ജീവനും കൊണ്ടോടിയവൻ. പിന്നെ എങ്ങനെയാണ് യാക്കോബിനെ അനുഗ്രഹിച്ചെന്ന് പറയണത്? കാപട്യം കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം തട്ടിയെടുക്കാമെന്ന് ആരും വിചാരിക്കരുത്. ഇപ്പം സ്വത്ത് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചുകൊണ്ട് ചേട്ടൻ എന്നെ പറ്റിച്ചു, അനുജൻ എന്നെ പറ്റിച്ചു എന്നല്ല പറയേണ്ടത്. ദൈവം എൻ്റെ എളി ഉളുക്കിയിരിക്കുന്നു. സമ്പത്തിനേക്കാളും വീട്ടിലുണ്ടായിരുന്ന ഭാഗവുടമ്പടിയുടെ ഏറ്റക്കുറച്ചിലിനേക്കാളും ദൈവത്തിൻ്റെ കൈകളിൽ തൊട്ടിട്ട് എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടച്ചില്ലെന്ന് എന്ന് നീ കർത്താവിനെക്കുറിച്ച് പറയുന്നു, അന്ന് നീ അനുഗ്രഹിക്കപ്പെടും. ഞാൻ എന്താണ് ഇങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, യാക്കോബിൻ്റെ പിന്നെയുള്ള ചരിത്രങ്ങൾ നമ്മൾ വായിച്ചാൽ മനസ്സിലാകും ഈ കെട്ടിപ്പിടുത്തത്തിലൂടെ ഒരു അനുഗ്രഹവും അവന് കിട്ടിയിട്ടില്ലെന്നാണ്. ഏശാവിനാണ് എല്ലാ അനുഗ്രഹം കിട്ടിയത്. എന്താ കാര്യം? യാക്കോബിനെയുള്ള ജീവിതം അപ്പനെയും അമ്മനെയും കൂടെ ജീവിക്കാൻ പറ്റാതെ നാട് വിട്ടു പോകുന്ന ഒരു ജീവിതമാണ്. ലാബാൻ്റെ അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലും. അമ്മാവൻ്റെ വീട്ടിൽ ചെല്ലുന്ന വെച്ചാൽ അമ്മ എന്നെ ഒരു മാസം അവിടെ വശാരത്തെ ഭക്ഷണം കഴിച്ചിട്ട് പണിയൊക്കെ ചെയ്ത് ജീവിക്കുമ്പോൾ ലാബാൻ പറയും, ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല, നീ പണി ചെയ്തെടുക്കുക, ഞാൻ എൻ്റെ കൂലി തരും. അങ്ങനെ അവിടെ ജോലി ചെയ്യാൻ. അതിനെക്കുറിച്ച് എന്താ ഇപ്പം പറയണത്? ഞാൻ നിൻ്റെ ലയായുടെ റാഹേലിനോട് യാക്കോബ് എന്താ പറയണത്? ഞാൻ നിൻ്റെ അപ്പൻ്റെ ജോലി എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്തതെന്നാണ്. അപ്പം നമ്മൾ ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ എന്തുമാത്രം എൻ്റെ കഴിവ് മുഴുവനും എടുത്താണ് ഞാൻ കഷ്ടപ്പെട്ടത്. ഓശാരം കിട്ടിയതല്ല, കെട്ടിപ്പിടിച്ചാൽ ഇപ്പോൾ കിട്ടിയതല്ലെന്ന്. അതാണ് യാക്കോബ് പറയണത്. എന്നെ അപ്പം കെട്ടിപ്പിടിച്ചോട് കിട്ടിയതല്ല. 31:6 എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് മരണപ്പണി ചെയ്താണ് എനിക്ക് 40 പശു, 200 ആട്, 200 കോലാട്, ഇത്രയും സാധനം ഏശാവിന് കാണിക്കായിട്ട് പകുതി ഓഹരി കൊടുക്കുകയാണ്. അവൻ്റെ ഓഹരിയാണെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുകയാണ്. ഏശാവിൻ്റെ കാണാൻ പോകണില്ല. ഇപ്പം നേരത്തെ കൊടുത്ത് വിടുമ്പോൾ 40 കഴുത, ഓട്ടക്കഴുത. അപ്പം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ആയിട്ട് നേരത്തെ കൊടുക്കുകയാണ്. അപ്പം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയതാണ്? എൻ്റെ കഴിവ് മുഴുവനും, അപ്പം കെട്ടിപ്പിടിച്ചുകൊണ്ടുണ്ടായതല്ല ഇത്, എൻ്റെ കഴിവ് മുഴുവനും എടുത്ത് കഠിനാധ്വാനം ചെയ്താൽ ഉണ്ടായത്. അതെന്താ കാര്യം? ശാപമാണ്. എങ്ങനെ ശാപം വന്നതാണ്? അനുഗ്രഹമല്ല കിട്ടിയത്, ആ കെട്ടിപ്പിടുത്തത്തിലൂടെ ശാപമാണ് കിട്ടിയത്. എങ്ങനെ വന്ന ശാപമാണത്? ഉൽപ്പത്തി പുസ്തകത്തിൽ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 3:17 എന്താ എഴുതിയിരിക്കണത്? നീ ഇങ്ങനെ ചെയ്തത് കാരണം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും കൽപ്പന ലംഘിച്ച കാരണം ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുമെന്ന്. അത് ശാപമായിട്ട്, പാപത്തിന് ശാപമായിട്ട് കൊടുത്തതാണ്. ഈ കള്ളച്ചതി ചെയ്തതിന് ശേഷം അതിന് ശാപമായിട്ട് കിട്ടണ പരിപാടിയാണ്. കാര്യം ആദ്യം റാഹേലിനെ ലയയെ കല്യാണം കഴിക്കും. ലയയെ കല്യാണം കഴിക്കണത് അവളെ പൂച്ചക്കണ്ണിയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റാഹേലിനെയാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജോലി ചെയ്തതെന്ന് പറയുമ്പോൾ ലാബാൻ ആ ചതി ഇവനെ ചതിക്കും. അവസാനം അവന് വേണ്ടി, റാഹേലിന് വേണ്ടി വീണ്ടും കൊല്ലം ചെയ്യും. ജോലി രാത്രിയും പകലും ഓട്ടം ചെയ്യും. അങ്ങനെ ഇത് എവിടെ നിന്ന് വന്നതാണിത്? ഇത് ഉൽപ്പത്തി 3:17 വന്നതാണ്. എന്താണ്? നീ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് അതുപോലെ തന്നെ അനുജനെ ചേട്ടനെ ചതിച്ചത് കാരണം നീ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്യുമെന്ന്. അപ്പോൾ യാക്കോബിന് കിട്ടിയിരിക്കുന്നത് എന്താണ്? അനുഗ്രഹമല്ല കിട്ടിയത്. ചേട്ടനെ പറ്റിച്ചെന്ന് ഇനിയുള്ള കാലങ്ങളിൽ അനുജന്മാർ വിചാരിക്കരുത്. ഭാര്യയുടെ സ്വർണ്ണം എടുത്ത് ലോക്കറിൽ വെച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭർത്താക്കന്മാരും ചതിച്ചെന്നും പറഞ്ഞ് വിചാരിക്കരുത്. നീ കിട്ടിയെന്ന് പറഞ്ഞിരിക്കുന്ന സംഭവം നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണും, പക്ഷേ നിങ്ങൾക്ക് ദാഹം കിടത്തില്ല. യേശാവിൻ്റെ പ്രവചനങ്ങളാണ്. നിങ്ങൾ കുടിക്കുന്നതായി സ്വപ്നം കാണും, പക്ഷെ നിങ്ങളുടെ ദാഹം കിടത്തില്ലെന്ന്. ഇങ്ങനെ ചില മനുഷ്യന്മാർക്ക് മറ്റുള്ളവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും അടിച്ചു മാറ്റണമെന്ന് എപ്പോഴും ഇങ്ങനെ ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കും. അവരതുപോലെ ചതിയും വഞ്ചനയും കാണിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നിങ്ങൾ എന്നോട് അതെന്താ കാര്യം എന്നറിയാമോ?
ഈ യാക്കോബ് തിരിച്ചു വരുമല്ലോ. യാബോക്ക് നദിയുടെ തീരത്ത് ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് ആക്കിയിട്ട് അപ്പുറത്ത് പോയി അവൻ ഉറങ്ങണ രാത്രിയിലാണല്ലോ ഈ മരപ്പിടുത്തം വന്നത്. അപ്പോഴേ ഏശാവ് ഇവനെ കൊല്ലാനിരിക്കുകയാണെന്ന് പണ്ട് റബേക്ക പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൻ്റെ മനസ്സ് തണുപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ പകുതി ഓഹരി അവന് കൊടുക്കാൻ വേണ്ടിയാണ് ഭൃത്യന്മാരെ കൊണ്ടുപോയി വിടണത്. മുൻപേ വിടും. അവസാനം ഏശാവുമായിട്ട് കണ്ടുമുട്ടുന്ന സമയത്ത് അവൻ കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കും, അനുജ ഇതൊക്കെ എന്താ, ഇതെന്തിനാണെന്ന് ചോദിക്കും. ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് പറയും. ആരാണ്? 40 പശുക്കൾ, 600 ആടുകൾ, 30 ഒട്ടകങ്ങൾ, കറവയുള്ള ഒട്ടകങ്ങൾ, ഇങ്ങനെ കുറേ സംഭവം, 40 കഴുതകൾ, വണ്ടിക്കഴുതകൾ, ഇതെല്ലാം അങ്ങേക്കുള്ളതാണെന്ന് യാക്കോബ് ഏശാവിനോട് പറയുമ്പോൾ ഞാനൊന്നും കൊണ്ടുപോയിട്ടില്ല, പണ്ടെൻ്റെ കയ്യിൽ നിന്നൊരു അബദ്ധം പറ്റി, അതിൻ്റെ 10 മടങ്ങാണ് തരണത് എന്ന് പറയുമ്പോൾ ഏശാവ് പറയുന്ന വാക്കെന്താണ്? ഇതെല്ലാം എനിക്ക് ആവശ്യത്തിനുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? ഏശാവിൻ്റെ അനുഗ്രഹമൊന്നും നഷ്ടപ്പെട്ടില്ലെന്ന്. അനുജനെ കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്, അനുജൻ ചേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട്, അപ്പനെ കൊണ്ട് കെട്ടിപ്പിടിപ്പിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പറയണത്. ശ്രുതികട്ടെ ഹല്ലേലൂയ. 25:32 എന്താ പറയണത്? യേശാവ് പറഞ്ഞു, ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് വേണ്ടുവോളം ഉണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? യേശാവിൻ്റെ അനുഗ്രഹങ്ങളൊന്നും ഇസഹാക്ക് കെട്ടിപ്പിടിച്ചു എന്ന് പറഞ്ഞത് ഏശാവാണെന്ന് വിചാരിച്ചാണ് കെട്ടിപ്പിടിച്ചിരിക്കണത്. അപ്പോൾ ആ അനുഗ്രഹം ഏശാവിന് തന്നെ. യാക്കോബ് നാട് വിട്ടുപോയി, അവനും ഒന്നും കിട്ടിയില്ല, ശാപമാണ് കിട്ടിയത്. എന്താണ്? അപ്പോൾ പലപ്പോഴും പല തരികിട പരിപാടികളും നമ്മൾ ചെയ്തെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ എല്ലാം നേടിയെന്ന് ധരിക്കരുത്. എന്ത് നേടിയെടുത്താൽ അവസാനം എളി ഉളുക്കുമ്പോൾ അപ്പോഴാണ് നമ്മൾ നേടണത്. അപ്പോഴെന്താ? തിരിച്ചറിയണം. തകർച്ച വരുമ്പോൾ തിരിച്ചറിയണം. എന്താണ്? ശാപമല്ല, അനുഗ്രഹമാണ്. എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ലെന്ന് എപ്പോഴാണ് യാക്കോബ് ദൈവത്തിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ദൈവത്തെ തനിക്കാലങ്ങളിലെല്ലാം മൽപ്പിടുത്തം നടത്തുകയായിരുന്നു. എങ്ങനെയാണ് മൽപ്പിടുത്തം നടത്തിയത്? ഏശാവിൻ്റെ ഓഹരി അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു മൽപ്പിടുത്തം നടത്തി. തിന്മകളുമായിട്ട് സത്യസന്ധമായ ജീവിതവുമായിട്ട് അവനൊരു മൽപ്പിടുത്തം, തിന്മയുടെ മൽപ്പിടുത്തം നടത്തി. അവൻ്റെ വൈഫിനെ പോലും അവൻ ആ കള്ളത്തരം പഠിപ്പിച്ചിരിക്കുക. കുലദൈവങ്ങളെയും കുടുംബദൈവങ്ങളെയും കട്ടുകൊണ്ട് പോന്നിട്ട് ലാബാൻ പുറകെ അന്വേഷിച്ചുകൊണ്ട് വരുമ്പോൾ അവൾ കയറി അതിൻ്റെ പുറത്തിരിക്കും, ഒരെൻ്റെ പുറത്തിരിക്കും. എന്താ പറയുക? എനിക്ക് മാസപ്പതിവാണെന്ന് പറയും. കാര്യം ആ ഭർത്താവ് കള്ളത്തരം കാണിക്കാൻ വേണ്ടി അവനെ ഭാര്യനെയും പഠിപ്പിക്കാൻ. ഇവൻ ടോട്ടലൊരു ഒരു തോൽവിയാണ് ഇവൻ യാക്കോബ്. ഇങ്ങനെ ജീവിതകാലം മുഴുവനും കണ്ടവൻ്റെ സ്വത്ത് അടിച്ചു മാറ്റാൻ വേണ്ടി ഓരോരോ കള്ളത്തരങ്ങളും വഞ്ചനകളും കാണിച്ചാണ് ലാബാൻ്റെ ആടുകളെല്ലാം ഇവൻ അടിച്ചു മാറ്റിയത്. എങ്ങനെയാണ്? കൊഴുത്ത ആടുകൾ. അവനൊരു തീരുമാനമെടുത്ത്. എന്ത് തീരുമാനമെടുത്ത്? എൻ്റെ ഓഹരി എന്ന് പറയണത് പുള്ളികളുള്ള ആട് അങ്ങയുടെ ഓഹരി, പ്രസവിക്കണ പുള്ളിയുള്ള ആട് എൻ്റെ ഓഹരി, പുള്ളിയില്ലാത്ത ആട് ലാബാൻ്റെ അമ്മാവൻ്റെ ഓഹരി എന്നും പറഞ്ഞൊരു തീരുമാനമെടുത്ത് അയാൾ സമ്മതിച്ചത്. ഇവൻ എന്നാ ചെയ്ത്? വെള്ളം കുടിക്കാൻ വേണ്ടി ആടുകൾ വരുമ്പോൾ ഇണയേരും. അപ്പോൾ കൊണ്ടുവന്ന് ബദാമിൻ്റെ കമ്പുകൾ കടിച്ചു പറിച്ചിട്ട് പുള്ളി കുത്തിയ കമ്പുകൾ കൊണ്ടുവന്ന് അതിന് മുമ്പിൽ കുത്തിവെക്കും. അപ്പം നല്ല കൊഴുത്ത ആട് വരുമ്പോൾ മാത്രമേ അത് കുത്തിവെക്കത്തുള്ളൂ. എലിമ്പിച്ച ആടുകൾ വന്ന് അവൻ കുത്തിമാറ്റത്തില്ല. അപ്പോൾ എലിമ്പിച്ച ആടുകൾ ഇണചേരണത് അവസാനം ലാബാനുമായും കൊഴുത്ത പുള്ളിയുള്ള ആടുകൾ ഇവൻ്റെതുമായി. അങ്ങനെയാണ് ഇവൻ സ്വത്തടിച്ച് മാറ്റണത്. ഇങ്ങനെ മുഴുവൻ ഇവൻ ജീവിതകാലം മുഴുവൻ അധർമ്മവുമായിട്ട് മൽപ്പിടുത്തമായിരുന്നു. അവസാനം ദൈവം ഇവനുമായിട്ടൊരു മൽപ്പിടുത്തം നടത്തുകയും ഇവൻ നേടിയത് അവസാനം എല്ലാം സ്വന്തം കാലം നിൽക്കാൻ വേണ്ടിയാണ് ഇവനെല്ലാം ചെയ്തത്. പക്ഷെ ആ സ്വന്തം കാലിലെ എളി തന്നെ ഒടുക്കിപ്പോയി. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ തകർച്ചകൾ, വേണ്ടാത്ത സമയത്തൊക്കെയാണ് തീരുമാനം ഉണ്ടാകുന്ന തകർച്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ വിശ്വാസം നിരക്കാത്ത ബന്ധങ്ങളിൽ പോകുമ്പോൾ എളി ഉളുക്കുകയാണെന്ന് മനസ്സിലാകണം.
വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഒരു എളി ഉളുക്കുമ്പോഴേ നമ്മുടെ മക്കളെ, നമ്മുടെ വിശ്വാസം നിരക്കാത്ത, കുടുംബത്തിൻ്റെ ചൈതന്യം നിരക്കാത്തൊരു ബന്ധങ്ങളിൽ പോകുമ്പോൾ ഈ മൽപ്പിടുത്തത്തിൽ നമ്മുടെ എളി ഉളുക്കിയെന്നർത്ഥം. ആവശ്യമില്ലാത്തൊരു ഓർഡർ ചെയ്ത് നമ്മൾ ഓർഡർ വിട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ഓർഡർ വിട്ട് അപ്പം ലോക്ക്ഡൗണായി. ചരക്ക് പോവുകയും ചെയ്ത് കാശ് കിട്ടുകയുമില്ല. എളി ഉളുക്കണ എല്ലാ ജീവിത ആവശ്യങ്ങളിലും നമ്മൾ ദൈവത്തെ കയ്യേക്കരി പിടിക്കണം. ഞാൻ വിട്ടത്തില്ലെന്ന് പറയണം. പലപ്പോഴും നിർഭാഗ്യവശാൽ എളി ഉളുക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിടണത്. എന്നിട്ട് കൂടുതലത്തിനും മന്ത്രവാദത്തിനും ആഭിചാരത്തിനും പോകും, ദൈവത്തെ വിടുകയാണ്. അങ്ങനെയല്ല സംഭവം. എളി ഉളുക്കുമ്പോൾ സ്വന്തം കാലയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ദൈവത്തെ കയറി പിടിക്കണം. എന്താണ്? എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ വിടത്തില്ല. അപ്പോഴാണ് ദൈവം അവനെ അനുഗ്രഹിക്കുന്നത്. അതാണ് അനുഗ്രഹം, അല്ലാതെ കട്ടെടുക്കണമല്ല അനുഗ്രഹം. യാക്കോബിന് അനുഗ്രഹം തുടങ്ങണ ദൈവം അവനെ അനുഗ്രഹിക്കണം. അവൻ്റെ എളി ഉളുക്കിയ കാലത്ത് ദൈവം അവനെ അനുഗ്രഹിച്ചു. ഇനി നിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. കാര്യം എന്താണ്? നീ മൽപ്പിടുത്തം ചെയ്ത് വിശ്വാസത്തിൽ വിജയം പ്രാപിച്ചു. അത് വിശ്വാസത്തിനൊരു ജനതയുടെ അപ്പനായി നീ മാറും. അപ്പോഴ് ദൈവത്തെ അവൻ തിരിച്ചറിഞ്ഞു. അതാണ് സംഭവം. തന്നോട് മൽപ്പിടുത്തം നടത്തിയ ആളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ജനമായി മാറണത്, സ്വന്തം ജനതയായി മാറണത്. ദൈവവേദരെ, എൻ്റെയും നിൻ്റെയും ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ പലതരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളിലെ നമ്മൾ നേടിയെടുത്തതെല്ലാം നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് വിചാരിച്ചുകൊണ്ട് സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി നമ്മൾ കാണിച്ചു കൂട്ടിയ കസരത്തുകൾ, മറിമായങ്ങൾ, പിന്നീടുണ്ടായിട്ടുള്ള എളി ഉളുക്കുന്ന പോലെയുള്ള തകർച്ചകൾ, അപ്പോഴ് ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ പിരിവിടാതെ ശരണപ്പെടാൻ കഴിഞ്ഞാൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ പുതിയ കാലം തുടരും. അതാണ് നീ അനുഗ്രഹത്തിൻ്റെ കാലമെന്ന് പറയണത്. അല്ല വഞ്ചിച്ചതെടുത്തതും പറ്റിച്ചെടുത്തതും അല്ല, മറിച്ച് ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോഴാണ് നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കാലം തുടരുന്നത്. അതാണ് യാക്കോബിനെ ഇസ്രായേലാക്കുന്നത്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിദ്യാഭ്യാസം ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്നു. വീടും തൊഴിലില്ലാത്തവരെ സമർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം കൈകൾ വെക്കേണ്ട സമയമാണിത്. ഓൺലൈനിൽ പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരും ഇപ്പോൾ കൃപാസനത്തിലുള്ളവർ രോഗങ്ങളുണ്ടെങ്കിൽ വെറുതെ കൈവെക്കരുത്. രോഗമുള്ളയിടത്ത് കൈകൾ വെച്ച് ആ ഭാഗം ഈശോയ്ക്ക് സമർപ്പിക്കേണ്ട സമയമാണ്. മക്കളില്ലാത്തവർ അടിവയറ്റിലാണ് കൈവെക്കേണ്ടത്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, നിന്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ നിന്റെ നാമത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അലിവ് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, കർത്താവേ, ചെകിടിന് കേൾവി നൽകിയവനെ, ചെവികളെ സ്പർശിക്കണമേ കർത്താവേ, കണ്ണുകളെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ മഹോരോഗ്യം സുപ്പെടുത്തിയവനെ, ഉദരരോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഹൃദയത്തെ സ്പർശിക്കണമേ കർത്താവേ, ഹൃദ്രോഗമുള്ളവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹജ്ജ് ചെയ്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓപ്പറേഷന് ഡേറ്റ് കുറിച്ചവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരരോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പിടിക്കായുടെ രോഗികളെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ മാരകരോഗങ്ങളെ ഈശോ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ. രോഗികളുടെ മേൽ കർത്താവിന്റെ സ്പർശനം ലഭിക്കുകയാണ്. കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. ആരെല്ലാം ശരീരഭാഗത്ത് കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ജീവിത ദുരിതങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ അവർ നെഞ്ചിൽ കൈവച്ച് ഹൃദയസ്ഥാനത്ത് കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വരാത്തവരെ, എഴുതിയിട്ട് വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് തോറ്റു പോകുന്നവരെ, ജീവിത മാർഗങ്ങൾ അടഞ്ഞു പോയവരെ, കടകമ്പോളങ്ങളും തൊഴിൽ സ്ഥാപനങ്ങളും അടഞ്ഞു പോയവരെ, കുടുംബത്തിൽ കലഹങ്ങൾ മാറാത്തവരെ, അവരെല്ലാം ഈശോ അനുഗ്രഹിക്കുന്ന സമയമാണ്. ഉടമ്പടി ചെയ്ത മുഴുവൻ വിഷയങ്ങൾ നിങ്ങൾ സമർപ്പിക്കുക. ഓൺലൈനായിട്ടും തീർത്ഥാടന ഉടമ്പടിയായിട്ട് ചെയ്തു പോയ വിഷയങ്ങളെല്ലാം പരിശുദ്ധ അമ്മ വഴി ഈശോ ഏറ്റെടുക്കുന്ന സമയമാണിത്. നന്നായി പ്രാർത്ഥിക്കട്ടെ മക്കളെ. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അത് കഴിയും. ഇപ്പോഴേ തൊണ്ടയ്ക്ക് അസുഖമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ജനേന്ദ്രിയങ്ങൾക്ക് തറച്ച രോഗമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. ഹൃദയത്തിന് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. ഹൃദയം ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. കർത്താവ് എല്ലാ രോഗികളെയും, വിദ്യാഭ്യാസ മേഖലകളിൽ അഡ്മിഷൻ ഇല്ലാതെ പോകുന്നവർ, അഡ്മിഷൻ കിട്ടാത്തവർ, പരീക്ഷയിൽ കർത്താവ് ഫെയിലായിപ്പോയവർ, കർത്താവ് ഒത്തിരിയേറെ സപ്ലൈ ഉള്ളവരെ എല്ലാവരെയും സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ വ്യത്യസ്തമായ മേഖലകളിലെ ഈശോ വിദേശ ജോലികളുടെ യാത്രകളുടെ കർത്താവ് അതിനുവേണ്ടി ഒരുങ്ങുന്നവരെ, അതിൻ്റെ അനുയോജ്യമായ പത്രങ്ങൾ കർത്താവ് രേഖകൾ ലഭിക്കാത്തവരെ, കർത്താവ് അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരെ, കർത്താവ് അതിനുവേണ്ടി സമ്പത്ത് അന്വേഷിക്കുന്നവരെ, വിവാഹ തടസ്സമുള്ളവരെ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവരെ, വഴിയില്ലാത്തവർ, വ്യത്യസ്തങ്ങളായ ജീവിത തടസ്സങ്ങളിൽ കർത്താവ് രേഖകൾ ലഭിക്കാത്തവരെ, കർത്താവ് അങ്ങനെയുള്ള എല്ലാവിധ വിഷമതകളിൽ കഴിയുന്നവരുടെ എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും കർത്താവ് വ്യത്യസ്തങ്ങളായ രോഗങ്ങൾ, മാരക രോഗങ്ങളുടെ സൗഖ്യങ്ങൾ കർത്താവ് ഈ നിമിഷം കർത്താവ് അത് സൗഖ്യപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളം ദൈവശക്തിയാൽ മാർഗരോഗങ്ങൾ മാറിപ്പോകട്ടെ. ദുരിതങ്ങളുടെ തടസ്സങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൽ യേശു മാറ്റിയെടുക്കട്ടെ. നിങ്ങൾ ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി മാറ്റട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവിത ദുരിതങ്ങളുടെ മേൽ ഈശോ ആശീർവാദം നൽകുകയാണ്. സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പറയട്ടെ, കർത്താവേ എന്നെ അനുഗ്രഹിക്കാതെ, കർത്താവേ എങ്ങനെ വിടില്ലെന്ന് പറയട്ടെ. കർത്താവ് അതിനെ ആശീർവദിക്കുകയാണ്. മാരക രോഗികളെ യേശു ആശീർവദിക്കുകയാണ്. കുടുംബ സമാധാനമില്ലാത്തവരെ യേശു ആശീർവദിക്കുകയാണ്. ഉടമ്പടിയിൽ 6 നിയോഗങ്ങളുടെ മേൽ ദിവ്യകാരുണ്യത്തിന് ഉത്തരവധിയാണ്. TV ചാനലിലൂടെ ശുശ്രൂഷ കാണുന്നവര്, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, ഇപ്പോൾ തത്സമയ നിയോഗങ്ങൾ സമർപ്പിക്കുന്നവര് ഈശോ ആശീർവദിക്കുകയാണ്. തീരാവ്യാധിയിൽ കഴിയുന്നവര് ഈശോ സ്പർശിക്കുകയാണ്. വിദ്യാഭ്യാസ മേഖലകള്, തൊഴിൽ മേഖലകൾ ഈശോ ആശീർവദിക്കുകയാണ്. കോവിഡ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സാക്ഷ്യം പറയാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുസഭയുടെ മേൽ കർത്താവിന്റെ കൃപ ചൊരിയുകയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പ്രത്യക്ഷപ്പെടാൻ തിരുസഭ ഏറ്റെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരീ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരീ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടി ധ്യാനം ഇപ്പോൾ ശുശ്രൂഷയിലായിരിക്കുന്നവരും പിന്നീട് കാണുന്നവരെല്ലാം ഇത് ഷെയർ ചെയ്യണം. ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഒരൊറ്റ ഷെയറിങ്ങിലൂടെ 10,000ങ്ങളിലേക്ക് കർത്താവിൻ്റെ സുവിശേഷം എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയും. അതിലൂടെ കർത്താവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും.
പതിവുപോലെ സായാഹ്നമുള്ള നിയോഗ ജപമാലയും മരിയനുടമ്പടി നിവേനയും ദിവ്യകാരുണ്യ ആരാധനയും ആശീർവാദം നിങ്ങൾക്കുണ്ടായിരിക്കും. 5:15 തന്നെ ഇന്ന് വൈകുന്നേരം ശുശ്രൂഷകൾ ആരംഭിക്കും. പ്രാർത്ഥനാപൂർവമായിരിക്കുക. ദൈവ അനുഗ്രഹം നൽകിയിട്ടുള്ളതെല്ലാം, അനുഗ്രഹങ്ങൾ ലഭിച്ചതിനെല്ലാം നിങ്ങൾ കൃപാസനത്തിലെത്തി സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. ആവേ ആവേ അമ്മേ മധ്യസ്ഥയാകണം. ആവേ മരിയ അമ്മേ മധ്യസ്ഥയാകണമേ. ആവേ അമ്മേ മധ്യസ്ഥയാകണം. അമ്മേ മധ്യസ്ഥയാകണം.